ഹലോ, നമസ്തേ. ഭഗവാനും തുളസി തീർത്ഥത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പിന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇത് ചോളാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇന്ന് പുറത്ത് പോയപ്പോൾ സൺഡേ ഇല്ലേ, പുറത്ത് പോയപ്പം കുറച്ച് ചോളം കണ്ണിൽ പെട്ടു. അപ്പോൾ അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് അത് ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല പച്ചപ്പുള്ള ചോളമാണ് കേട്ടോ. നല്ല പൊടിന്നുറുപ്പ് പോലത്തെ ചോളം. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചോളം മോന് ഭയങ്കര ഇഷ്ടമാണ്. ചോളം വെച്ച് എന്തുണ്ടാക്കി കൊടുത്താലും അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ടൗണിലൊക്കെ പോകുമ്പം ചോളം ഇങ്ങനെ ബട്ടറൊക്കെ ഇട്ടിട്ട് മധുരമായിട്ടും എരിവായിട്ടൊക്കെ കിട്ടാറുണ്ടല്ലോ. അതവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് വാങ്ങി ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അവനത് ഉണങ്ങിയ ചോളം ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഉണങ്ങിയ ചോളം വാങ്ങിച്ചിട്ട് മഞ്ഞൾ, ഉപ്പ്, എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് നേരം കുതിർത്തി വെച്ച് അത് ചോളം കിട്ടുമല്ലോ നമ്മൾ പൊരിക്കുന്ന ചോളം, ആ ചോളം അതും ഇഷ്ടമാണ്. ബട്ടറൊക്കെ ഇട്ടിട്ട് പുഴുങ്ങി കൊടുക്കുന്നത് ഇഷ്ടമാണ്. ചോളം ഇങ്ങനെ വെച്ച് കൊടുത്താലും അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചു. ഒരു കിലോന് 120 രൂപ എന്നൊക്കെ പറഞ്ഞപ്പം ഞാനൊന്നും നോക്കിയില്ല, അതങ്ങോട്ട് വാങ്ങിച്ചു. നല്ല ഫ്രഷ് ചോളം കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടിക്ക് ഇത് കൊടുക്കാമല്ലോ, പുഴുങ്ങിയിട്ടൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പാടുണ്ട് കേട്ടോ അത് പൊളിക്കാനായിട്ട്. ഇത് പൊളിക്കാനും ഒക്കെ ഭയങ്കര പാടാണ്. അത് അടർത്തിയെടുക്കാനും പൊളിക്കാനൊക്കെ നല്ല പാടുണ്ട്. ഒരിക്കൽ ഞാനിതുപോലെ വാങ്ങിച്ചിട്ട് പച്ചയ്ക്ക് തന്നെ അടർത്തിയെടുക്കാൻ നോക്കിയിരുന്നു. അത് ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാനിപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് കുക്കറിൽ വെച്ച് പുഴുങ്ങിയിട്ട് ചൂട് തണഞ്ഞ് അങ്ങനെ അടർത്തിയെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ വലിയ പാടുണ്ടാവില്ല. അപ്പം ഒരെണ്ണം ഇതാ ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എടുക്കണം. 5 എണ്ണമാണുള്ളത്. അതെടുത്ത് അതങ്ങോട്ട് ആക്കി വെച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഇനി ബാക്കിയുള്ള ചോളം എടുത്തിട്ട് വേഗം ആക്കണം. സമയം ഇങ്ങനെ പോവുകയാണ്. നാളെ ഇനിയിപ്പോൾ മൺഡേ ആയില്ലേ, കുട്ടികൾക്ക് മോനെ സ്കൂളിൽ പോകണം. അതിനുള്ള ലഞ്ച് റെഡിയാക്കി ഒരുക്കി വയ്ക്കണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഒന്നിച്ച് അങ്ങോട്ട് ആക്കുകയാണ് കേട്ടോ. പിന്നെ ഈ തൊലി ഉണ്ടല്ലോ, ചോളത്തിൻ്റെ തൊലിയും ആ തൂവൽ പോലത്തെ പഞ്ഞി സോഫ്റ്റായിട്ടുള്ള സാധനം, ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളപ്പിച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണെന്ന്. ഈ വാഴേൻ്റെ കൂമ്പിനുള്ളിൽ നിന്നൊക്കെ വെള്ളം വരുന്നിട്ട് അത് എടുത്ത് കുടിക്കാറില്ലേ, അതുപോലെ ഈ ഒരു സാധനം എടുത്ത് തിളപ്പിച്ച് വെച്ചിട്ട് കാലത്ത് കുടിക്കുന്നതും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് മൂടി വയ്ക്കാം. രാവിലെ വെറും വയറ്റിലൊന്ന് കുടിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. ചെറുനാരങ്ങ ഒഴിച്ച് കഴിക്കാം, പുട്ടിട്ട് കഴിക്കാം, വെറുതെ കരിങ്ങാലി വെള്ളം പോലെ കുടിക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ രണ്ടാമത് പൊളിച്ചു. നല്ല സുഖമുണ്ട് പൊളിക്കാൻ, പാടുമുണ്ട് പൊളിക്കാൻ. ഇല എടുത്ത് ഇങ്ങനെ എടുത്ത് ഓരോന്നോരോന്നും എടുത്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ സമയം പോകും. നല്ലൊരു പച്ച മണ്ണുണ്ട് കേട്ടോ ഈ ഇല ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ. നല്ല ഫ്രഷ് ചോളമായതുകൊണ്ട് കാണാനും ഭംഗി. അങ്ങനെ കഴിഞ്ഞ തവണ ലേശം വാടിയ ടൈപ്പ് വെള്ളമാണ് കിട്ടിയത്. ഇത്തവണത്തെ ചോളം കുറച്ച് നല്ല ചോളമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത് ഫ്രഷായിട്ട് തന്നെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതില്ല, ആ സാധനം തന്നെ നല്ല രസമാണ് കാണാൻ. എല്ലാവർക്കും
എന്താ പറയുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എല്ലാവരും ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടുന്നത് എടുക്കാനാണ് നോക്കുക. പുറത്തുനിന്ന് കിട്ടിയാൽ വേഗം പണി തീരുമല്ലോ, വേഗം കഴിച്ച് കഴിയും. ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ സുഖം കിട്ടില്ലല്ലോ അല്ലേ. നോക്കി ആ ഒരു സോഫ്റ്റ് സാധനം രണ്ട് കളറേ. ആദ്യത്തേന്നൊരു മഞ്ഞ നിറത്തിലത് കിട്ടി, ഇതെന്നൊരു പച്ച നിറമായിട്ടാണ് കിട്ടിയത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതിങ്ങനെ ഓരോ ഇല അടത്തി വെച്ചിട്ടും ഈ ലോട്ടസ് അടത്തി വെക്കുന്നത് പോലെ തോന്നുന്നു എനിക്ക്. ലോട്ടസിൻ്റെ ആ ഇതളുകൾ അടക്കി വെച്ചതുപോലെ തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനത് കുറേ നേരം അതും വെച്ച് ഞാൻ കളിച്ചായിരുന്നു. അങ്ങനെ രണ്ടാമത്തത് ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ടേ. കണ്ടോ, ഓരോ നല്ല ഫ്രഷ് ചോളം. ഇവിടെ ചോളം എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് കിട്ടിയാൽ കണ്ണിൽ പെട്ടാൽ തീർച്ചയായിട്ടും വാങ്ങിക്കും. ബട്ടറൊക്കെ ഇട്ട് കഴിക്കാനോട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഹസ്ബൻഡിനും മോനും ആയാലും കഴിക്കും, ഞാനായാലും കഴിക്കും. ഈ ഏകാദശി ദിവസമൊക്കെ തലേ ദിവസമൊക്കെ ഇതൊക്കെ കഴിക്കാറുണ്ട്. തലേന്ന് രാത്രി ചിലപ്പം ഒന്നും കഴിക്കാണ്ട് കിടക്കുകയല്ലേ, ചോളം ഉണ്ടെങ്കിൽ ചോളമൊക്കെ കഴിക്കും. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചവർ ഇങ്ങനെയൊക്കെ പണിയെടുത്തിട്ട് ഉണ്ടാക്കി കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എന്താ അറിയോ, നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇതൊക്കെ ഇതുപോലെ വാങ്ങിച്ച് കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് എന്തൊക്കെ തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്താൽ എൻ്റെ മോനും അതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പിന്നെ അവന് ചോളം നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ളതുപോലെ തന്നെ ഒരു സാധനമാണ് ഉപ്പുമാവ്. ചോളവും ഉപ്പുമാവാണ് അതിൻ്റെ ഫേവറേറ്റ് സാധനം. കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ അവന് വേറൊന്നും വേണ്ട. അതേപോലെ ചോളം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താൽ അവന് വേറൊന്നും വേണ്ട. പിന്നെയുള്ളത് സാമ്പാറാണ്. അത് ലേശം സാമ്പാറുണ്ടെങ്കിൽ അവന് വേറെ ഒരു വിഭവം ആവശ്യമില്ല. അങ്ങനെ തോരൻ വേണം, പൊരിച്ചത് വേണം, അച്ചാർ വേണം, പപ്പടം വേണം, അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല. സാമ്പാറിൽ കുറച്ച് ചാറും കൂട്ടി അവൻ കഴിച്ചോളും. പിന്നെ ചോറ് തിന്നാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് റെഡിയാക്കി ഒന്നിച്ച് പുഴുങ്ങിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലുമൊക്കെ കുറച്ചാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അല്ല, എനിക്ക് അതിൻ്റെ ആ ഒരു നൂല് കണ്ടില്ലേ, ആ നൂലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല സുഖം, നല്ല സോഫ്റ്റ് അതിൻ്റെ ആ നൂല്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് മൂന്നാമത്തേം കഴിഞ്ഞു. നല്ല വൃത്തിക്ക് ഇത് ഈ നൂല് ലേശം ഒരു മഞ്ഞ നിറമുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റും, ഇതിനെന്താ പട്ടുനൂല് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സോഫ്റ്റ്. പട്ടുനൂല് ഇങ്ങനെയാണ് സോഫ്റ്റ്, അത് തന്നെ അതുപോലത്തെ സോഫ്റ്റ്. ഈ ഇലയൊക്കെ ഞാനിങ്ങനെ ഒരുക്കി വെക്കുന്ന എന്താ പറയുക, ഇവിടെ പാലും ഉണ്ടായിരുന്നു, പാൽ ചേച്ചിക്ക് കൊടുത്തു വിടാനായിട്ടോ. പശുക്കൾക്ക് ഇങ്ങനെയുള്ള ഇല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ ഒരുമിച്ച് കൊടുത്തു വിടാമല്ലോ. ഈ ഇളയ ഇലയല്ലേ, പശുക്കൾക്ക് തിന്നാൻ വലിയ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ആക്കിയപ്പോൾ അത് കളയാൻ വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് തന്നോളൂ, ഞാനത് പശുവിന് കൊടുത്തോളാം. അപ്പോൾ അതിനെപ്പറ്റി എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് ആ ചേച്ചിക്ക് കൊടുത്തു വിടണം. ഇത് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ചെറുതിൽ ഞാനിങ്ങനത്തെ സാധനമൊന്നും ചെറുതിൽ കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് കാലമായിട്ടുള്ളൂ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടും കയ്യിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ ഒരു കൗതുകമാണ് എല്ലാം. ഓരോന്നോരോന്ന് കിട്ടുമ്പോൾ അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. തമിഴ്നാട്ടിൽ ഇതിൻ്റെയൊക്കെ കൃഷിയുണ്ട് കേട്ടോ. വളരെ നല്ലൊരു സാധനമാണിത്. ഈ തമിഴ്നാട്ടിൽ ഇതിൻ്റെ കാമ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സാധനവും ഉപയോഗിക്കാറുണ്ടല്ലോ, അതുപോലെയാണ് കേട്ടോ ഇതും.
ഇതിൻ്റെ ഇപ്പോൾ പൂവ് എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. അതിൻ്റെ കാമ്പെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചിട്ട് തോരൻ വയ്ക്കും. ഒന്നും ഇതിൻ്റെ കളയില്ല. ഇല ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാതെ മടക്കി ഉണക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യാറുണ്ട് ചില ആൾക്കാർ. ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയും ഗുണമുണ്ട്. ആ ഇല ഉണക്കി എടുത്തിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു സാധനം കൊണ്ട് 2-3 കാര്യങ്ങളും ഉപയോഗങ്ങളും ഉണ്ട്. അപ്പോൾ 4-മത്തത് ആക്കിയിട്ടോ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് ഫ്രഷ് ആയതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലത്തെ ഇലയൊക്കെ ലേശം വാടിയിട്ടുണ്ടായിരുന്നു. സമയമില്ല കേട്ടോ, ഞാൻ സമയമില്ലാണ്ട് വേഗം ആക്കുകയാണ്. സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ കഴിയില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ പതുക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത്. തൊണ്ടയ്ക്ക് ചെറിയ എന്തോ ഒരു പ്രശ്നം. അതിൻ്റെ ആ നൂലിന് ചെറിയൊരു കേട് കേട്ടോ. ഇതിൻ്റെ നൂലിന് ഒരു ഭാഗം ചെറിയൊരു കേട് മാതിരി, കേടല്ല, ഒരു നനവ് മാതിരി. അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റി. ബാക്കിയുള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വെള്ളം തിളപ്പിക്കാനുള്ളതല്ല, അതിന് കഴുകൊന്നുമില്ലല്ലോ. ഇതിനി പൊട്ടിച്ചെടുക്കാൻ ഇത്തിരി പാടുപെടും കേട്ടോ. 5 എണ്ണം ആക്കി കഴിഞ്ഞ് ഇനി ഇത്രയും ഇലകളുണ്ട്. ഈ ഇലകൾ ഇനി ആ പശുവിന് കൊടുക്കാനായിട്ടൊരു കവറിലേക്ക് എടുത്ത് വയ്ക്കണം. ഇതിൽ സ്ക്രീനിൽ കാണുമ്പോൾ അത്ര തോന്നില്ല കേട്ടോ, പക്ഷെ അവിടെ നിറഞ്ഞ് ഉണ്ടായിരുന്നു ഇല. 5 എണ്ണത്തിൻ്റെ ഇല നിറഞ്ഞ് കിടക്കുക. കണ്ടില്ലേ, നല്ല ഫ്രഷ് ചോളമാണ് കേട്ടോ. ഇനി ഇതൊന്ന് പൊട്ടിച്ചിട്ട് വേണം കുക്കറിലേക്ക് ആക്കാനായിട്ട്. കുക്കർ എടുക്കണം, ഒന്ന് പൊട്ടിച്ചിട്ട് ശകലം വെള്ളമൊക്കെ ചേർത്തൊന്ന് വേവിക്കാൻ വയ്ക്കാം. നല്ല സോഫ്റ്റ് കേട്ടോ. എനിക്കത് കയ്യിലെടുത്തിട്ട് മതിയാവുന്നില്ല, അത്രയും നല്ല സോഫ്റ്റ് സാധനം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വെച്ച് എന്താ ചെയ്യാൻ പറ്റാമെന്നറിയോ? അതിനെപ്പറ്റി ഒന്ന് പറയണേ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഇനി ഇതിലേക്ക് പൊട്ടിച്ചിടുകയാണ് കേട്ടോ.
ഇത് തന്നെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചിടുകയാണേ. ഇതിൽ പൊട്ടിക്കാനുള്ള പ്രയാസം ഉണ്ടാകുന്നുണ്ട്. കത്തി വെച്ചിട്ടൊക്കെ മുറിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. പൊട്ടണേ ഇല്ലാണ്ടോ, ഭയങ്കര ഉറപ്പുണ്ട്. ചോളത്തിന് നല്ല വലിപ്പമുള്ളതുകൊണ്ട് ഇത് പൊട്ടാൻ നല്ല പ്രയാസം. അതുകൊണ്ട് ഞാനത് കത്തി ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടാണ് പൊട്ടിക്കാൻ നോക്കണം കേട്ടോ. കണ്ട കത്തി വരെ കയറുന്നില്ല, അതിൻ്റെ കാമ്പിന് നല്ല കട്ടി. ഓക്കെ, മുറിച്ച് നല്ല കാമ്പ്, നല്ല പൊടി നിറപ്പുള്ള കാമ്പാണ് കേട്ടോ. ആ കത്തിയിൽ തന്നെ അതിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ നല്ല മധുരത്തോടു കൂടി മുറിച്ചപ്പോൾ വന്ന് നിൽപ്പുണ്ടായിരുന്നു അതിൻ്റെ ആ നീര്. ബാക്കിയൊക്കെ അത്യാവശ്യം പൊടിക്കാൻ പറ്റിയ, ആദ്യത്തെ അത് ഇത്തിരി കട്ടിയായിരുന്നു. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് ലേശം വെള്ളം വേണം, കാരണം ഇത്രയും ചോളം ഉണ്ടല്ലോ, നല്ല അത്യാവശ്യം കട്ടിയാണല്ലോ. അപ്പോൾ അത്യാവശ്യം വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. എന്നാൽ പൊന്തി കിടക്കുന്ന അത്ര വെള്ളമില്ല, എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചു. ബാക്കി ശകലം ഉപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഉപ്പിട്ട് അതിന് മുകളിലൊക്കെ ലേശം ഉപ്പിട്ടിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നാലും ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് എല്ലാത്തിലൊന്ന് ഉപ്പ് എത്തുള്ളൂ. കുക്കറിലാക്കി മൂടുകയാണ് കേട്ടോ. മൂടി 1 2 3 ജസ്റ്റ് 3 വിസിൽ മതിയാവും. ഒരു 3 വിസിൽ വന്ന് അത് അങ്ങോട്ട് ഓഫ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ വെക്കണം. എന്നിട്ട് വേണം മൂടി തുറന്ന് ചൂട് തണങ്ങിയിട്ടൊക്കെ വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. ഇത് കണ്ടില്ലേ, കുറച്ച് അതിൻ്റെ ഇലകൾ, ഇത്രയും ഇലകളുണ്ട് കേട്ടോ. ഈ ഇലകളൊക്കെ ഞാൻ ഒരു പാത്രക്കാരിലേക്ക് ഇടുകയാണ്. ഇതൊക്കെ ഇനി പശുക്കിടാങ്ങൾക്ക് കൊടുക്കാനാണ്. കിടാങ്ങളെന്ന് പറയാൻ പറ്റില്ല, പാലിറക്കുന്ന പശു തന്നെയാണ് പാൽ ചേച്ചി. ഇന്നലെ ചോറും കഞ്ഞിവെള്ളവും കൊണ്ടുപോകുന്ന ചേച്ചിയാണ്. അപ്പം ഇതുണ്ടെങ്കിൽ ആ പശു ഇട്ട് കൊടുക്കാമല്ലോ. ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഈ ഇല ഉണക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ ഇല വെച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചോളത്തിൻ്റെ കൂടൊക്കെ എടുത്തിട്ട് തോരൻ വയ്ക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്, തിന്നിട്ടില്ല എന്നുള്ളൂ. അതൊക്കെ ചെയ്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അതിൻ്റെ ചോളത്തിൻ്റെ കൂമ്പെടുത്തിട്ട് ചെറുതായിട്ട് കുറച്ച് തോരൻ വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞെങ്കിലൊന്ന് ചെയ്ത് നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം അത് ഞാൻ കവറിലാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ ചേച്ചി വരുമ്പോൾ കൊടുത്തു വിടണം. ഇതാ അടുപ്പ് ഓണാക്കിയിട്ടുണ്ട്. കുക്കർ അവിടെ ഇരിക്കട്ടെ, സ്റ്റീം വരട്ടെ. ഇനി ബാക്കിയുള്ള പണിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നാളെ മോനെ ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് കൂടി തീ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് ശകലം ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് രാവിലെ വെള്ളം ഊറ്റി എടുത്ത് മാറ്റി വയ്ക്കണം. രാവിലെ എല്ലാം കൂടെ ചിലപ്പോൾ നേരം ഉണ്ടായിന്ന് വരില്ല, രാവിലത്തെ കൂടെയും ഇതൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ. അപ്പോൾ രാത്രി ഇതൊക്കെ ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം ലാഭിക്കാമല്ലോ. അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ. ലേശം വെള്ളം ഒഴിച്ച് നിന്ന് ഇനി കുറച്ച് ഉപ്പിടണം. തിളയ്ക്കട്ടെ കേട്ടോ. തിളച്ചാൽ മാത്രം പോരാ, അത്യാവശ്യം ഒന്ന് ഇത് വെന്ത് കിട്ടണം. അത്യാവശ്യം ഒന്ന് ഒരു ഉപ്പിട്ടിട്ട് നമ്മളെ ഈ മക്രോണിയും സോയാബീനൊക്കെ കണ്ടിട്ടില്ലേ തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റി കളയുന്നതൊക്കെ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഒന്ന് തിളപ്പിച്ച് വെള്ളം ഊറ്റി കളയണം. ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാം. ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ അധികം ആൾക്കാരും ഉണ്ടാക്കാറുണ്ടല്ലോ ഇതൊക്കെ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തൃശ്ശൂർ പോയപ്പോൾ അവരുണ്ടാക്കി തന്നത് കഴിച്ചിട്ടുണ്ട്. അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കഴിക്കുന്നത്. കടകളിലൊക്കെ കാണാറുണ്ട്, പക്ഷെ ഞാനങ്ങനെ മേടിക്കാറില്ല. അവിടെ കഴിച്ച് അവരുണ്ടാക്കിയത് ഇഷ്ടമായപ്പോൾ ഞാനൊന്ന് മേടിച്ചു നിന്നു. തിളച്ചു, നന്നായിട്ടൊന്ന് തിളച്ചു. പക്ഷെ പോലെ വേഗം മതി. കണ്ടില്ല, അത്യാവശ്യം വന്നിട്ടോ. ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇടണം. ഇത് ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതൊന്ന് തിളച്ച് വെള്ളം പറ്റാറായി. അപ്പോൾ അതും കൂടി ഒരു സൈഡിലേക്ക് ഒന്ന് ഊറ്റി എടുത്ത് വെച്ചാൽ അത് ചൂട് വന്നോളല്ലോ. മുഴുവനും ഊറ്റി വയ്ക്കട്ടെ കേട്ടോ. മുഴുവനും ഊറ്റി വെച്ചിട്ട് ബാക്കി കാണിച്ചേരേ. നമ്മളുടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് എടുത്ത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കി മക്കൾക്കും വീട്ടുകാരൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിനൊരു സുഖവും വേറെ തന്നെയാണ്. പണിയെടുക്കാൻ കഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞ് മടിച്ച് നിന്നാൽ ഒന്നും നടക്കില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എങ്ങനെയെന്നല്ല, എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തന്നെയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു സന്തോഷമാണ്. മോനെന്തായാലും ലഞ്ച് ചോറ് കഴിക്കാൻ ഇഷ്ടമല്ല, ഒട്ടും ചോറ് കഴിക്കാൻ അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുമാവ്
അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളാണ്. പിന്നെ മധുരം കഴിക്കുന്നത് കുറവാണ്. അത്യാവശ്യം എരിവാണെങ്കിൽ കഴിച്ചോളൂ, മധുരമാണെങ്കിൽ അത്ര ഇഷ്ടമല്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് രാത്രിത്തേക്കുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ലേശം ബിൻസികളെ വെച്ചിട്ട് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി. എല്ലാത്തിനും എണ്ണടുപ്പ് കൂടെ അതും ചെയ്തു. അതവിടെ ആക്കി വെച്ചു. ബാക്കി ക്യാരറ്റും കൂടി അരിയാനുണ്ട് കേട്ടോ. അതും കൂടി അരിഞ്ഞ് അത് എടുത്ത് വയ്ക്കണം. ഇത് ചൂടായതുകൊണ്ട് പെട്ടെന്ന് എടുത്തിടാനും പറ്റുന്നില്ല. അതും കൂടി ഉള്ളു കേട്ടോ. അതും കൂടി ഒന്ന് അതിലേക്ക് ഊറ്റിയിട്ടാൽ ഞാൻ വെളിച്ചെണ്ണ കാച്ചിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതാരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കി വീട്ടിൽ വെച്ചോളൂ. ഈ മുടി കൊഴിച്ചിലൊക്കെ അവനവൻ്റെ വീട്ടിൽ തന്നെ എണ്ണയൊക്കെ കാച്ചി തേച്ചൂടെ, അതുപോലെയൊക്കെ നോക്കിയിട്ട് വീട്ടിൽ വെച്ചോളൂ. കുറച്ച് എണ്ണ വാങ്ങിച്ചിട്ട് എടുത്തത് മുഴുവനും ഓരോരുത്ത പാത്രത്തിലേക്ക് ഇട്ടിക്കുന്നേ. ബാക്കി വെള്ളം അങ്ങോട്ട് കളയാം കേട്ടോ. ഉപ്പിട്ട വെള്ളമാണ്, അതുകൊണ്ട് കളയുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. കുക്കർ തുറന്ന് കേട്ടോ. ഇനിയുണ്ട് ചോളം എന്തോന്ന് അറിയണ്ടേ. ഒന്ന് തുറന്ന് നോക്കട്ടെ. തുറന്ന് നോക്കി ചോളം നന്നായി ഒരു വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആഹാ, എന്തല്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ എന്താ പൊടി നിറക്കുന്നത് വെള്ളം വലിയ ചോളകളാണ്. ഓരോന്നും തിന്നാൻ തന്നെ നല്ല മധുരമുണ്ട്. കണ്ടില്ലേ, ചോളം തന്നെ സിമ്പിളായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ ചൂടുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരെണ്ണം ഒന്ന് തിന്ന് നോക്കിയാൽ നല്ല മധുരം ഉണ്ടെന്ന് പോലെ തോന്നുന്നുണ്ട്. ഒരെണ്ണം തിന്ന് നോക്കിയാൽ അറിയാം. ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ വേവിച്ച ചോളം ഓരോന്നായിട്ട് നല്ല ചൂടുണ്ടേ. സ്പൂൺ കൊണ്ടെല്ലാം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ല മൂടി ഇപ്പോൾ തുറന്നില്ല, നല്ല ചൂടാണ്. ഇപ്പോൾ കുക്കറിന്ന് എടുക്കാൻ പറ്റില്ല. അത് ചുളയൊന്ന് കടത്തിയെടുക്കാൻ കഴിയില്ല. ഒന്ന് ചൂടാറാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് അവൻ്റെ പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കും. എല്ലാം ഇങ്ങനെ പാത്രത്തിൽ ആക്കി കേട്ടോ. ഇനിയുണ്ട്
2 പീസും കൂടി. ഉണ്ടാവും, കുക്കറിലൊന്നുമില്ല കേട്ടോ, കാലിയായി. ഞാൻ അതൊന്ന് ചൂട് നനയണം. ഫാനിൻ്റെ ചൂട്ടിലൊക്കെ വെച്ചിട്ടൊന്ന് ചൂട് നനച്ചിട്ട് വേണം അത് അടത്തി ബോക്സിലോ അല്ലെങ്കിൽ കവറിലൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട്. ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ല, വേഗം ഒന്നിച്ച് വേവിച്ച് വെച്ചാലോ. വെള്ളത്തിലുണ്ടായ 3 പൊക്കോണാണ് കേട്ടോ. അത് ചൂട് കളഞ്ഞു. അപ്പോഴേക്ക് ബാക്കിയുള്ളതും കൂടി ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടു. അപ്പം ഇനിയിപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, ചെയ്യണതൊക്കെ ഒന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. എന്താണോ അഭിപ്രായങ്ങളെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ, എന്തൊക്കെ രീതിയിൽ ഇതൊക്കെ ചെയ്യാറുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ എൻ്റെ മോൻ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാം. എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ, അതാണ് എൻ്റെ ശക്തിയും ബലവും പ്രചോദനം. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. ക്ഷമയോടുകൂടി കാണുന്ന എല്ലാവർക്കും, അല്ലാത്തവർക്കും ഒക്കെ തന്നെ നല്ല ദിവസങ്ങൾ വരുന്നു നേരുന്നു. സന്തോഷമായിട്ടിരിക്കണം എല്ലാവരും, അതെനിക്ക് പറയാനുള്ളൂ. ഭഗവാനോടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രീതിയിലും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോസൊക്കെ കാണണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവരോടും നന്ദി പറയുന്നു. ഓക്കെ, ബൈ, താങ്ക് യു. 왜 안 찍어,